ഈ രവിചന്ദ്രൻ ദൈവം എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് പാവാട രവിചന്ദ്രൻ എന്ന് വിളിക്കുന്നതായിരിക്കും. കാരണം ദൈവമെന്ന് പരിഹാസത്തിലാണ് വിളിക്കുന്നതെങ്കിലും അതിനും ഒരു നിലവാരമുണ്ടല്ലോ. പക്ഷേ രവിചന്ദ്രന് തീരുക പാവാട രവിചന്ദ്രൻ എന്ന് പറയുന്നതാകും. എന്താണെന്ന് വെച്ചാൽ പാൻസ് തയ്ക്കാൻ എളുപ്പം പാവാടയുടെ നടുവിലൂടെ 2 തയ്യൽ നീട്ടി താഴേക്ക് തയ്പ്പിച്ച് നടുവ് വെട്ടിക്കളഞ്ഞാൽ അത് പാൻ്റ് ആകില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയാണ് രവിചന്ദ്രൻ എന്ന തികച്ചും അവാസ്തവവും പച്ചക്കള്ളങ്ങളും വെറും സംഘീഭാഷയിൽ ഈ പ്രവാചകനെയും മറ്റുള്ളവരെയും ഇകഴ്ത്തുന്നതിന് വേണ്ടി എന്തോ വലിയ ആളാണെന്നുള്ള നിലയിൽ നമ്മുടെ അയർലൻഡിലിരുന്ന് ഇതുപോലെയുള്ള വിവരക്കേടുകൾ പറയുന്ന ആ വിവരം കെട്ടവനെ പോലെ അവനേക്കാളും കീഴെയാണോ രവിചന്ദ്രൻ എന്ന് തോന്നിപ്പോകും. ഏതായാലും രവിചന്ദ്രൻ ഈ ഇസ്ലാമിക പ്രമാണങ്ങളെ സമൂഹത്തിന് മുന്നിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഈ പാവാടയെ കേൾക്കാൻ ചെന്നിരിക്കുന്ന കുട്ടിപ്പാവാടകളെയാണ് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടത്. കേട്ടോളൂ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ. മുഹമ്മദ് ഇങ്ങനെ സ്വർഗത്ത് പോകാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മുഹമ്മദിനെ സ്വർഗത്ത് വിടണമേ എന്നാണ് മുസ്ലിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പീസ് ബി അപ്പോൺ ഹിം എന്ന് പറയത്തില്ലേ? നമ്മൾ വിചാരിക്കും എന്തിനാണ് എപ്പോഴും ഓരോന്ന് മുഹമ്മദ് എഴുതിയിട്ട് പീസ് ബി അപ്പോൺ ഹിം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മുഹമ്മദിന്റെ ആയിട്ടില്ല, ശരിക്കും അത് മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടില്ല. അദ്ദേഹത്തെ ആക്കാനായിട്ട് ഇവരിങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ എങ്കിലും കടത്തി ഉടനെ. ഇതാണ് ഈ പൊട്ടൻ്റെ ഒരു വാചകം. ഇത് സാധാരണ ഈ പറയുന്നത് പോലെ ഒരു സാമാന്യ ബുദ്ധിയേക്കാൾ കുറച്ചുകൂടി താഴെയുള്ളവർക്ക് പോലും മനസ്സിലാവുന്നതാണ്. എന്നാൽ ഈ പൊട്ടനിതൊക്കെ പറഞ്ഞിട്ട് വലിയ ബുദ്ധിമാനെ പോലെ അങ്ങ് ഇളിക്കുകയും കൂടി ചെയ്യുന്നത് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് അന്വർത്ഥമായി പോകുന്നത്. ഈ ദൈവത്തിൻ്റെ മാലാഖമാരെ, പ്രവാചകന്മാരെ, അത്തരം ആളുകളെ സല്യൂട്ട് ചെയ്യുന്നതിന് അത് കേൾക്കുമ്പോൾ പറയുന്ന മറുമന്ത്രങ്ങളുണ്ട്. അത് ഒരിടത്ത് മാത്രമല്ല, എല്ലാ വിശ്വാസങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ മറുവാക്കുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന പടച്ചതമ്പുരാൻ്റെ പ്രവാചകനെ സ്വർഗത്തിൽ വിടാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ശുപാർശ വാങ്ങി വേണം സ്വർഗത്തിൽ വിടാൻ എന്നൊക്കെ പറയുമ്പോൾ അവൻ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാത്ത കളവാണെന്ന് പറയുന്ന ആ ഖുർആനിലും അത്തരം കാര്യങ്ങളിലുമുള്ള ഇതിൻ്റെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് പോലും യാതൊരു ധാരണയുമില്ലാത്ത വെറുമൊരു പാവാടക്കാരനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ മേൽ അനുഗ്രഹമുണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്നൊക്കെ പറയുന്നത് ഈ പ്രവാചകൻ്റെ ആ ഒരു പ്രബോധനത്തിൻ്റെ പാതയിലേക്ക് ഒരു വിശ്വാസി സമൂഹത്തെ ചേർത്ത് നിർത്തുന്നതിനും അതിൻ്റെ ബഹുമാനാദരങ്ങൾ എന്നും നിലനിൽക്കുന്നതിനും ആ ബഹുമാനാദരങ്ങളും അതിൻ്റെ ഒരു താങ്ക്സ് ഗിവിങ്ങും നന്ദി പ്രകാശനവുമൊക്കെ ഓരോ മനുഷ്യനിലും ഉണ്ടാക്കുന്ന വിനയാന്വിത ഭാവവും കരുണയും ആർദ്രതയും അത്തരമൊരു വൈകാരികമായ സംഗതികളുമൊക്കെ സൃഷ്ടിച്ച് അവനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ആ ബോധം ഒരു അധ്യാപകനായി ക്ലാസ്സിൽ പോയി നിൽക്കുന്ന ഈ പാവാടയ്ക്കില്ലല്ലോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ രവിചന്ദ്രൻ പാവാടയെ ആരെങ്കിലും സാർ എന്ന് വിളിച്ചാൽ അത് രവിചന്ദ്രൻ പാവാട സർവവും തികഞ്ഞ ഒരു വലിയ മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ച് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സാറെന്നല്ല വിളിക്കുന്നത്. അത് താങ്കളെ സാറെന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വിളിക്കപ്പെടുന്ന ആളുകൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ വിനീതഭാവം ഉണ്ടാവണമെന്നും അങ്ങനെ വിധിയാണെങ്കിൽ പോലും പാവാടയെപ്പോലെ ഒരാളിനെ ക്ലാസ്സിലിരുന്ന് കേൾക്കേണ്ടി വരുന്ന ആ വിദ്യാർത്ഥിയുടെ അവസ്ഥ ഒക്കെ ചേർത്താണ് അതിനെ പറയുന്നതെങ്കിലും എന്ന് ഈ വിളികൾക്കിടയിലുള്ള ബന്ധങ്ങൾ കൊണ്ടെങ്കിലും ഉദ്ദേശിച്ചൂടെ? അപ്പോൾ പീസ് ബി അപ്പോൺ ഹിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ പോകാൻ ഇതുവരെ ആയിട്ടില്ലെന്നും ഇനി പോകാനിരിക്കുകയാണെന്നുമാണ് പറയുന്നത്. സാധാരണ ഈ യുക്തിവാദികളും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഖണ്ഡനത്തിനും തണ്ടനത്തിനും മണ്ഡനത്തിനുമൊക്കെ നടക്കുന്നവർ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് ഈ വാദം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചാണല്ലോ പറയേണ്ടത്. ഇത് അതുപോലും മനസ്സിലാക്കാതെ ചെങ്കിസ് ഖാനെ കണ്ടപ്പോൾ ഈ പറഞ്ഞ മുസ്ലിമാണെന്ന് കരുതി മുസ്ലിം വിരോധം മൊത്തം പറഞ്ഞ ഈ പാവാടയൊക്കെ പോസ്റ്റ്മാൻ വരുമ്പോൾ പോലീസാണെന്നും പറഞ്ഞ് ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടാതിരിക്കട്ടെ എന്നത് മാത്രമാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. തീർന്നില്ല, പിന്നെയും വിളമ്പുന്നുണ്ട് ഈ പാവാടയുടെ ബുദ്ധിപ്രയോഗം. ഒളിച്ചു വെക്കുന്ന ആരായിക്കൊള്ളട്ടെ, അല്ലാഹ് വിൽ കൺസീൽ ഹിം,
in this world and the day of resurrection. അള്ളാഹു അവനെയും സംരക്ഷിക്കും. അന്ത്യവിധി നാള് ഉയർത്തെഴുന്നേൽപ്പിക്കുക ആ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡേ ഓഫ് റിസറക്ഷൻ, ആ സമയത്ത് അള്ളാഹു അവനെ പ്രത്യേക പരിഗണന കൊടുക്കും. വേറൊരു മുസ്ലിമിന്റെ കുറ്റം ഒളിച്ചു വെക്കും. ഇത് സഹീഹായിട്ടുള്ള ഹദീസാണ്. ദിസ് ഈസ് ബീങ് വൈഡ്ലി പ്രാക്ടീസ്ഡ്, നോ ഡൗട്ട് അറ്റ് ഓൾ. രണ്ട് ഹദീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിന് നോക്കുക. ആദ്യത്തെ നോക്കുക, നരേറ്റഡ് ബൈ അനസ്, Allah apostle said, help your brother whether he is an oppressor or he is an oppressed one. നിന്റെ ബ്രദർ, അതായത് മറ്റൊരു മുസ്ലിമിനെ സംരക്ഷിക്കുക. അവൻ ഒപ്രസ്ഡ് ആണ്. ഒപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ അവനെതിരെ അടിച്ചമർത്തലുണ്ടെങ്കിലും അവനാണ് അടിച്ചമർത്തുന്നതെങ്കിലും അവന് കൂടെ നിൽക്കുക. തീർന്നില്ല, എല്ലാം വളരെ സാഫായിട്ട് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ ഫേസ്ബുക്കിലൊക്കെ എന്ത് അട്രോഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറെ ആളുകൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് എന്താണ്? ഇതാണ് കാര്യം. അവൻ ഒപ്രസ്ഡ് ആയിക്കോട്ടെ, അവൻ ഒപ്രസർ ആയിക്കോട്ടെ, അത് ഭരണകൂടം ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, ശിക്ഷിക്കുന്നവരായിക്കോട്ടെ, അവന്റെ കൂടെ നിൽക്കുക. അവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അള്ളാഹ് മറ്റേനകത്ത് പറയുന്നുണ്ട്, ഇതാണ് മെസഞ്ചർ ഓഫ് അള്ളാഹ് സെഡ്. മെസഞ്ചർ ഓഫ് അള്ളാഹ് ആണ്, whoever relieves a Muslim of some worldly distress, Allah will relieve him some of the distress of the day of resurrection, and whoever conceals the fault of a Muslim, Allah will conceal him in this world and the day of resurrection. ഈ ലോകത്തും റിസറക്ട് ചെയ്യുന്ന സമയത്ത്, റിസറക്ട് ചെയ്യുന്ന ശവങ്ങളൊക്കെ പൊക്കിയെടുക്കുന്ന സമയമാണ്. ഇത്രയും നാൾ കിടക്കുന്ന 90 ബില്യൺ വർഷം എന്നൊക്കെ പറയുന്നത്. ഈ രണ്ട് സമയത്തും അള്ളാഹു അവനെ കാത്തുരക്ഷിക്കും ഈ ലോകത്തും. അപ്പൊ അതായത് കൂടെയുള്ള ഒരുത്തൻ തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും അത് സംരക്ഷിക്കുക, അതൊരു ഇസ്ലാമിക ബാധ്യതയാണ്. ഇവിടെയാണ് നമ്മുടെ പ്രൊഫസർ പാവാട പറയുന്ന പച്ചക്കള്ളവും യുക്തിയില്ലായ്മയും ബുദ്ധിയില്ലായ്മയും ആരുടെ കയ്യിൽ നിന്നോ കാശ് വാങ്ങി ഇങ്ങനെ പ്രചരണം നടത്തുന്നത്. അതിൽ ആദ്യത്തെ ഹദീസിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ, ഒരാളിൻ്റെ ന്യൂനത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യുന്നവനെ മറച്ചു വെക്കുക എന്നുള്ളതല്ല. ഈ പാവാടയ്ക്ക് അറിഞ്ഞുകൂടാത്തതാണോ? എത്രയോ പ്രവാചകന്മാരുടെയും പ്രവാചകൻ്റെ സഹാബാക്കളുടെയും കാലത്ത് ജൂതനും മുസ്ലിമും തമ്മിൽ പോലും തർക്കമുണ്ടായപ്പോൾ ജൂതൻ്റെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ ഈ മുസ്ലിമായ മനുഷ്യരെ ശിക്ഷിക്കുകയും ചാട്ടവാറിന് അടി കൊടുക്കുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങൾ എത്രയോ പ്രവാചക അനുയായികളുടെ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ പറയുന്നത് എന്താ? ഇങ്ങനെ കുറേ ഹദീസുകളെന്ന പേരിൽ, ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന പേരിൽ നോ ഡൗട്ട് നോ ഡൗട്ട് നോ ഡൗട്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് പാവാടയാണ് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? നിങ്ങൾക്ക് ചെങ്കിസ് ഖാനെ അറിയില്ല, ഒരു രാസവസ്തുവിൻ്റെ ഫോർമുല അറിയില്ല, പിന്നെന്താ ഈ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ട്രെയിനിൽ നിന്ന് കൊച്ചു ചാടി കച്ചിപ്പുറത്ത് വീഴുന്നതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ, വെറും ഊളത്തരങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെ ഈ ലോകത്ത് ഇതുപോലെ പറയുമ്പോൾ കേൾക്കാനായി പോയി പാവാടകൾ ഇരിക്കുന്നല്ലോ. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് ഹദീസുകളാണ്, രണ്ട് ആശയങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തെ ആശയം, ഒരു ന്യൂനത ഒരാളിൻ്റെ മറച്ചു വെച്ചാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മോഡേൺ തിയറികളിലും മോഡേൺ പ്രൊഫഷനുകളിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. അതായത് ഒരുത്തൻ്റെ എന്തെങ്കിലും രഹസ്യം കിട്ടിയാൽ അത് നാട് മുഴുവൻ നടന്ന് പറഞ്ഞ് അവനെ അപമാനിക്കുകയും അവനെ അപഹസിക്കുകയും ചെയ്യരുതെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. നമ്മളോട് ഒരാളൊരു കാര്യം വന്ന് പറയുന്നു, ഞാൻ ഇതുപോലൊരു സംഭവം ഉണ്ടായി, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ ഒരു ന്യൂനതയുണ്ട്, കുറവുണ്ട്, അത് നടന്ന് പറയരുത് എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ വർത്തമാനകാല ഒരു ഉദാഹരണം പറയട്ടെ. അന്തരിച്ചു പോയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനോട് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ മരിക്കുന്നത് വരെ ചോദിച്ചല്ലോ, എന്തായിരുന്നു അന്ന് ഈ പറയുന്ന നമ്മുടെ സരിതയുടെ ഭർത്താവെന്ന് അവകാശപ്പെടുന്ന ആൾ വന്ന് കോട്ടയം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് ഉമ്മൻചാണ്ടി സാർ എന്താ പറഞ്ഞത്? അത് ഞാൻ പറയൂല, അതെന്നോടൊരാൾ രഹസ്യമായി അയാളുടെ ഒരു വ്യക്തി ജീവിതത്തിലെ കാര്യം പറഞ്ഞതാണ്, അത് ഞാൻ ഒരിക്കലും പുറത്ത് പറയൂല എന്ന് പറയുന്നത് പോലെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്ന സംഗതിയിൽ ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് ഈ പാവാട, അതുകൊണ്ടാണ് ഞാൻ ഈ പാവാടയെന്ന് വിളിച്ചത്. പാൻറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. കാണുമ്പോൾ ഒരു പാവാടയുടെ നടുഭാഗം ഇല്ലാത്തതാണ് പാൻറ്റ് എന്ന് തോന്നിപ്പോകുന്നത് പോലെ തോന്നുമെങ്കിലും അത് വെട്ടിത്തയ്ക്കുന്നത് ആ തയ്ക്കുന്നവർക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഖുർആനും ഹദീസും പഠിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സന്ദേശം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ അതിനാണ് ഈ പറയുന്ന പാവാട ഇതൊക്കെ പറയുന്നത്. രണ്ടാമതായി പറയുന്ന മറ്റൊരു ഹദീസ്, ഈ ആക്രമിക്കുന്നവരെയും ആക്രമിക്കപ്പെടുന്നവരെയും സഹായിക്കുക എന്ന് പറയുന്ന ഒരു വാചകം എടുത്തിട്ട് രവിചന്ദ്രൻ അത് നേരെ കൊണ്ടുപോയത് ഈ ന്യൂനത മറച്ചു വെക്കുക എന്നതിനോട് ചേർത്ത് വെച്ച്, കുറ്റകൃത്യം മറച്ചു വെക്കുക എന്നതിന് ചേർത്ത് വെച്ചാണ് ഫേസ്ബുക്കിൽ എഴുതുന്ന കാര്യവും അതിൽ കമൻ്റ് ഇടുമ്പോൾ അങ്ങനെ പറയുന്ന കാര്യവും. എന്താണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇയാളോടൊക്കെ വ്യക്തിപരമായി സൗഹൃദം പുലർത്തുന്നവർ പോലും ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളിൽ ചിലരൊക്കെ. കാരണം ഇയാളൊരു ബോധമില്ലാത്തവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു രോഗിയെ സ്നേഹിക്കുന്നത് പോലെ അതിനു പോലും
അർഹനല്ല ഇയാളെന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ ഇയാളൊരു പഠിച്ച കള്ളനാണ്. ഇയാളിത് പഠിച്ച് ആർക്കോ വേണ്ടി പറയുകയാണ്. സാധാരണ യുക്തിവാദികളെ പോലെയോ നിരീശ്വരവാദികളെ പോലെയല്ല. എന്താ രണ്ടാമത്തെ ഹദീസിൽ പറയുന്നത്? നിങ്ങൾ ആക്രമിക്കപ്പെട്ടവനെയും ആക്രമിച്ചവനെയും സഹായിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കി കൂടിയുണ്ട് ഇതിൽ. സഹാബാക്കൾ ചോദിച്ചത്രേ, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കണമെന്ന് പറഞ്ഞത് മനസ്സിലായി, ഈ അക്രമിയെ സഹായിക്കണമെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന്. അപ്പോൾ പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞത്രേ, അക്രമിയെ സഹായിക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവനിൽ നിന്ന് മറ്റാരും ആക്രമിക്കപ്പെടാത്ത വിധം അവനെ ഈ പറഞ്ഞതുപോലെ സഹായിക്കുക. അല്ലെങ്കിൽ അവനെ ഇപ്പോൾ പോലീസൊക്കെ ചെയ്യുന്ന പോലെ ഒരാളിനെ ഒരാൾ കുത്തി പോലീസ് അങ്ങ് പിടിച്ചോണ്ട് പോവുക, ആളുകൾ ആക്രമിക്കാൻ ഈ അക്രമിയെ പ്രതിയെ വിട്ടുകൊടുക്കുമോ? അതിൻ്റെ വിചാരണ കഴിഞ്ഞ് അതിൻ്റെ ശിക്ഷ നൽകുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് സഹായിക്കാനാണെന്ന്. അങ്ങനെയല്ല. അതുപോലെയുള്ളൊരു പ്രയോഗമാണ് പ്രവാചകനും നടത്തിയത്. നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിൽ നിന്ന് ഈ അക്രമിയെ തടയുക, അല്ലെങ്കിൽ അങ്ങനെ അയാളെ അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്ന പ്രയോഗത്തെയാണ് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് രവിചന്ദ്രൻ പറഞ്ഞത്. ആദ്യത്തേതിൽ ന്യൂനത മറച്ചു വെച്ച് അവന് രഹസ്യമായി ഉപദേശിക്കേണ്ടതാണെങ്കിൽ ഉപദേശിച്ച്, അതൊക്കെയാണല്ലോ ഇപ്പോൾ കൗൺസിലിംഗ് എന്നും പറഞ്ഞ് നടക്കുന്നത്. ആരെങ്കിലും മദ്യപിച്ചാൽ കൗൺസിലിങ്ങിന് വിടുന്നു, കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടായാൽ കൗൺസിലിങ്ങിന് വിടുന്നു. ഇങ്ങനെ കൗൺസിലിങ്ങിന് വരുന്ന ഒരാൾ കുറച്ച് രഹസ്യങ്ങൾ എന്നോട് പറയാന്നിരിക്കട്ടെ, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, അയാളുടെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഉടൻ തന്നെ ഞാനതെടുത്ത് മൈക്കിലൂടെ ഇന്നടുത്ത് ഇന്നയാളുടെ ഭാര്യയ്ക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ടെന്നും, അതല്ലെങ്കിൽ ഉടൻ തന്നെ വണ്ടിയെടുത്ത് ആ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ അവരുടെ വീട്ടിലോ അവൻ്റെ വീട്ടിലോ ഒക്കെ നടക്കുന്നത് പോലെ മറ്റു പല ലക്ഷ്യങ്ങളും വെച്ച് പോകുന്ന കാര്യങ്ങളൊക്കെയും തടഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞതാണ്, നിങ്ങൾ ന്യൂനത മറച്ചു വെക്കണം, ആ ന്യൂനത പ്രചരിപ്പിക്കരുത്, എന്നിട്ട് അയാളെ രഹസ്യമായി ഉപദേശിച്ച് ശരിയാക്കണമെന്നൊക്കെ. അപ്പോൾ ആ സംഗതി എടുത്തു വെച്ചാണ് ഇയാൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ഇവരുടെയൊക്കെ വ്യാഖ്യാനമെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് വളരെ അനുപമമായിരുന്നു, അതുല്യമായിരുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ യുക്തിവാദം വെച്ച് ചോദിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്കാർക്കും പങ്കില്ലായിരുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഇവരുടെ ബുദ്ധിയും വിവേകവുമൊക്കെ. എന്ന് മാത്രമല്ല, കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയും വിഷകാരിയുമായ വെറും പച്ചക്കള്ളം മാത്രം പറയുന്ന ഒരു കാപട്യക്കാരനും യാതൊരു യുക്തിയും ബോധവുമില്ലാത്ത, ശാസ്ത്രവും അറിയത്തില്ല, വിശ്വാസവും അറിയത്തില്ല, ഒന്നും അറിയാത്ത ഒരു പാവാടയാണ് ഈ പാവാടയെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം.